എൻ്റെ പേര് മിസ്റ്റർ മുഹമ്മദ് അബീൻ എംപി, ഫാർമസിസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 3 ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചാണ്. അത് ഉപയോഗിക്കൽ എങ്ങനെയാണ്, ഉപയോഗിച്ച ശേഷം എവിടെ വെച്ച് സ്റ്റോർ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിൻ, സെക്കൻഡ് വൺ സെഫിക്സിം എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്, ആൻഡ് തേർഡ് വൺ സെഫഡോക്സിൻ. ഇത് മൂന്ന് തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും കൺഫ്യൂഷൻ ആവുന്നത് ഇതാണ്. അമോക്സിസിലിൻ ക്ലാവലിൻ ഈ ആൻറ്റിബയോട്ടിക്സ് മിക്സിൽ സ്റ്റെറൈൽ വാട്ടർ പൗഡർ ഉണ്ട്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പൗഡർ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് മാത്രം ഉപയോഗിക്കുക. അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിനേറ്റ് അല്ലാത്ത പക്ഷം ഇത് ഒരു മഞ്ഞ കളർ കയറി വിത്തിൻ സെക്കൻഡ് തന്നെ ഇത് മോശമാവുന്നതാണ്. കമ്പയർ ടു ദീസ് ടു ആന്റിബയോട്ടിക്സ് സെഫിക്സിം ആൻഡ് സെഫഡോക്സിൻ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കൂടി കുഴപ്പം വരില്ല. പക്ഷേ ദീസ് അമോക്സിസിലിൻ പൊട്ടാസ്യം ക്ലാവലിനേറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം മാത്രം ഉപയോഗിക്കുക ആഫ്റ്റർ മിക്സിംഗ്. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്. അല്ലാത്ത പക്ഷം കുട്ടികൾ കുടിച്ചാൽ ഒരിക്കലും അസുഖം മാറത്തില്ല.